മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും പരിചയമില്ലാത്ത പല കാര്യങ്ങളും ദീനിൽ കൂട്ടിച്ചേർക്കുകയും അതിനോടൊപ്പം തന്നെ തങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് വാദിക്കുകയും എന്നാൽ റസൂലിനും സ്വഹാബത്തിനും പരിചയമില്ലാത്ത കാര്യങ്ങൾ ദീനിൻ്റെ പേരിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളെ ബിദഈകളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന വിചിത്ര വിഭാഗമാണ് കേരളത്തിലെ സമസ്ത. ഈ പ്രസ്ഥാനം രൂപീകരിച്ചത് പോലും അള്ളാഹുവിലേക്കും യഥാർത്ഥ ദീനിലേക്കും ആളുകളെ ക്ഷണിക്കാനല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുമാണ് എന്ന് ഇക്കൂട്ടർ തന്നെ തുറന്ന് സമ്മതിച്ചതാണ്. ആദ്യമായി അതൊന്ന് കാണുക. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഗൗസുൽ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഗൗസുൽ ആലമിനെ യാ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. അപ്പൊ എന്തിനാണ് ഈ പിന്തിരിപ്പൻ പ്രസ്ഥാനം കേരള മണ്ണിൽ ജന്മം കൊണ്ടത്? ഗൗസുൽ ആലമിനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ആർത്തട്ടഹസിച്ച് വിളിച്ചു പോകുന്ന വലിയൊരു സമൂഹത്തെ ഉണ്ടാക്കാനാണ് ഈ പ്രസ്ഥാനം കേരള മണ്ണിൽ ജന്മം കൊണ്ടത് തന്നെ. അപ്പൊ ഇതിന്റെ ജന്മം തന്നെ ബാത്തിലിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ജന്മം കൊണ്ട ഒരു പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലം രാവും പകലും തലങ്ങും വലങ്ങും പാഞ്ഞിട്ടും ആ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കണം, അത് വിളിക്കൽ അനുവദനീയമാണ്, ഞങ്ങൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചോ ഇല്ലയോ? ഇൻഷാ അല്ലാഹ് അതിന് തെളിവ് പിന്നീട് വരുന്നുണ്ട്. എന്തായാലും ഈ പ്രസ്ഥാനം രൂപീകൃതമായത് ഒരു ബാത്തിലിനും വേണ്ടിയിട്ടാണ്, ഹക്കിനും വേണ്ടിയിട്ടല്ല, അള്ളാഹുവിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാനല്ല, യഥാർത്ഥ ദീനിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാനല്ല. അതുകൊണ്ട് തന്നെ ജന്മം പോലും ബാത്തിലിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ത്? അതാണ് ഈ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ രൂപീകരണ ലക്ഷ്യം അവർ പറഞ്ഞല്ലോ. ഇനി അന്നു മുതൽ, ആ രൂപീകരിച്ച അന്നു മുതൽ ഇന്നലെ വരെ കളവുകൾ മാത്രം പ്രചരിപ്പിച്ച് പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് സ്വഹീഹായ ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് ഇവരുടെ ഈ കളവുകളുടെ കൂമ്പാരത്തിലേക്ക് വലിച്ചിട്ടത് റസൂലിനാണ്. കാരണം ഇവരുടെ രൂപീകരണ സമയത്ത് റസൂല് ഹാജരായി എന്നാ പറയണത്. കേട്ടോളി. പിൽക്കാലത്ത് അസുറിന്റെ വലിയായിരുന്ന ശംസുൽ പോലും ഔലിയാക്കളിൽ പ്രധാനിയാണെന്ന് പറഞ്ഞിരുന്ന തൃപ്പനച്ചി മുഹമ്മദ് ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കേട്ടില്ലേ? തൃപ്പനച്ചി ഉസ്താദ് ബഹുമാനപ്പെട്ടവര് ഇന്ന് ഇപ്പൊ മുഷാവറയിൽ തെരഞ്ഞെടുക്കപ്പെട്ട, ഞാൻ ഈ സനദ് സഹിതം പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാം ട്രോളുന്ന ഒരു കാലമായതുകൊണ്ടാണ്. ഇന്ന് മുഷാവറിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒളവണ്ണ ഉസ്താദിനോട് പറഞ്ഞ ചില വിഷയമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്, നിങ്ങൾ എന്താണ് സമസ്തയെ പറ്റി മനസ്സിലാക്കിയത്? സമസ്ത ഉണ്ടാക്കാൻ സമ്മതം കൊടുത്തതും രൂപീകരണ യോഗത്തിൽ ദുആക്ക് ആമീൻ പറയുന്ന കൂട്ടത്തിലും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോ 1925 തന്നെ വലിയ പിന്തിരിപ്പിന് പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കെണിഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് റസൂലിന്റെ സമ്മതം കിട്ടിയില്ല എന്നാ പറയണത്. റസൂൽ 26-ലാണ് അത്ര സമ്മതം കൊടുത്തത്. അങ്ങനെ 26 സമ്മതം കൊടുത്തു. ഇത് തട്ടിക്കൂട്ടി, പ്രസ്ഥാനം തട്ടിക്കൂട്ടി. എന്തിനു വേണ്ടിയിട്ട്? മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. യാ ഷെയ്ഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞ് നട്ടപ്പാതിരക്ക് വിളക്കുകുതിക്കാണ്ട് ചാടിക്കളിക്കണ ഒരു അന്തല്ലാത്ത കൗമിനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അതിന്റെ പ്രഥമ യോഗത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പൊ റസൂൽ കോഴിക്കോട് വന്നിട്ടുണ്ടാവും, പല സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ടാവും, അതിൽ ആമീൻ പറഞ്ഞു എന്ന്. അവിടെ തുടങ്ങുന്ന ഇവർ റസൂലിനോടുള്ള അനീതി. കാരണം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ സദസ്സിൽ പങ്കെടുത്തുവെങ്കിൽ റസൂലിനെ കൊണ്ട് ഇവർ ദ്വാരിപ്പിക്കല്ലേ വേണ്ടത്? റസൂലിനെ 2ാം നമ്പറാക്കി ഇവിടെ തള്ളാൻ പാടുണ്ടോ? ഒരാൾ ദ്വാരിക്ക, മറ്റേ ആൾ ആമീൻ പറയും. അപ്പൊ ഈ ദ്വാരിക്കുന്ന ആളായിരിക്കുമല്ലോ കുറച്ച് ശ്രേഷ്ഠൻ ഇവരെ കാഴ്ചപ്പാട് പ്രകാരം. ഇവരെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു യോഗം നടക്കുമ്പോൾ അതിൽ അമ്പലക്കടവും ഉണ്ട്, ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഉണ്ട്. അമ്പലക്കടവ് തോരന്നിട്ട് ജിഫ്രി കോയ ആമീൻ പറയോ? ഇല്ല. സാധാരണഗതിയിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആര്? അയാളെ കൊണ്ട് ദ്വാരിപ്പിക്കും, മറ്റുള്ളവർ ആമീൻ പറയും. അപ്പൊ റസൂലിനെ പോലും ആമീൻ പറയുന്ന ഒരാളാക്കി മാറ്റി. അപ്പൊ ദ്വാരത്തിനുണ്ടാവും, അതിനെക്കാട്ടി ശ്രേഷ്ഠത ആൾ ദ്വാരത്തിനുണ്ടാവും. ഇരിക്കട്ടെ. അങ്ങനെ റസൂലിന്റെ സമ്മതപ്രകാരം രൂപീകരിച്ച പ്രസ്ഥാനം പ്രഥമ രൂപീകരണ യോഗത്തിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് റസൂല് ആമീൻ പറഞ്ഞു. ആ പ്രസ്ഥാനത്തിന് ഒരിക്കലും പിഴക്കുകയില്ല എന്നിവർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അവരെന്നെ പറയട്ടെ. അപ്പൊ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത രൂപീകരിച്ചത്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ഉറപ്പായി? റസൂലുള്ളാഹി പറഞ്ഞ ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് പറഞ്ഞത് ഈ സംഘടന തന്നെയാണ്. മാത്രമല്ലല്ലോ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്ത് ജനിക്കുന്ന സമയത്ത് നട്ടുച്ച നേരത്തായിരുന്നു.
സൂര്യന് സമീപം ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെടും എന്ന് നേരത്തെ തന്നെ മൂപ്പര ബാപ്പ പറഞ്ഞു. മൂപ്പര ബാപ്പയും വലിയ മഹാനാണ്. അങ്ങനെ തന്റെ ഹാദിമ്യങ്ങളിൽപ്പെട്ട ഒരാൾ ചെറിയ അഹമ്മദ് പോയി നോക്കിയപ്പോൾ നക്ഷത്രം ഉണ്ടായിരുന്നു. ആ നക്ഷത്രം കണ്ട വിവരം വന്നപ്പോഴാണ് ഭാര്യ പ്രസവിച്ച വിവരവും വന്നത്. അത് തന്റെ മകൻ നക്ഷത്ര തുല്യനായി ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകും എന്നതിന്റെ അടയാളമാണെന്ന് 90 കൊല്ലം മുമ്പ് ഉത്തുബുസ്സമാൻ തങ്ങൾ ജനിക്കുന്ന സമയത്ത് 90 കൊല്ലം മുമ്പ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിതാവ് പറഞ്ഞിരുന്നു എന്നാണ്. അപ്പൊ റസൂലിന്റെ സമ്മതപ്രകാരമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ സമസ്ത എന്നുള്ള പ്രസ്ഥാനം ഉണ്ടാക്കിയത്. മാത്രല്ല ഹാദാ സിറാത്തി മുസ്തഖീമാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സിറാത്തുൽ മുസ്തഖീം സമസ്താണത്രേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സമസ്തയിൽ നിന്ന് കാലാകാലമായിട്ട് തെറ്റിപ്പോയ പല ആൾക്കാരും സിറാത്തുൽ മുസ്തഖീം ഇന്ന് പുറത്തായിരിക്കുമല്ലോ. അവർ നരകത്തിലായിരിക്കും. കാന്തപുരം നരകത്തിലായിരിക്കും, ആന സുന്നികൾ നരകത്തിലായിരിക്കും, ദക്ഷിണ കേരള നരകത്തിലായിരിക്കും, വഹാബികൾ പോട്ടെ, അങ്ങനെ കുറെ ആൾക്കാർ നരകത്തിലായിരിക്കും. ഇപ്പൊ നടക്കുന്ന ഈ തമ്മിത്തല്ലില് ആരൊക്കെയാണ് സ്വർഗത്തില്, ആരൊക്കെയാണ് നരകത്തില്, ആരൊക്കെയാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ ഔത്ത്, ആരൊക്കെയാണ് പുറത്ത് എന്നൊക്കെ അടുത്ത മുഷാവറ കൂടി തീരുമാനിക്കട്ടോ. ഇപ്പൊ മുഷാവറ കൂടുതൽ കാര്യമായിട്ട് അതിനാണ്. ആദ്യം മുഷാവറ കൂടും, അതിൽ തമ്മിൽ കുറെ വാഗ്വാദങ്ങളുണ്ടാവും, കുറെ ആൾക്കാർ ഇറങ്ങിപ്പോവും, കുറെ ആൾക്കാർ ഉറങ്ങിപ്പോവും, എന്നിട്ട് അത് നിഷേധിക്കും. കുറച്ച് ടീം പുറത്ത് നിന്നിട്ട് വേറെ ടീം സത്യമാണെന്ന് പറയും. എന്നിട്ട് ആ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി വേറെ മുഷാവറ കൂടും. അടുത്ത മുഷാവറ അതാണെന്ന് പറയും. ആ മുഷാവറയുണ്ടാണ് കച്ചറ തീരുമാനിക്കാൻ വേറെ മുഷാവറ കൂടും. എല്ലാ യോഗത്തിനും യാത്രാപത്തി അലവൻസ് ഒക്കെ എഴുതിയെടുക്കാലോ. നല്ല പരിപാടിയാണ് ഇപ്പത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തിന് ഒരിക്കലും പഴക്കൂല എന്നാ പറഞ്ഞത്. കാരണം നിർദ്ദേശം കൊടുത്തത് റസൂല്, ഉണ്ടാക്കിയത് വരക്കൽ മുല്ലക്കോയ തങ്ങള്. ആരാ വരക്കൽ മുല്ലക്കോയ തങ്ങള്? വരക്കൽ മുല്ലക്കോയ തങ്ങളെ ജനനം തന്നെ കറാമത്താണ്. നട്ടുച്ച നേരത്ത് സൂര്യന്റെ അടുത്ത് ഒരു നക്ഷത്രം ഉദിക്കും എന്ന് മൂപ്പര ബാപ്പ പറഞ്ഞിരുന്നു അത്രേ. അപ്പൊ എല്ലാവരും പറഞ്ഞ പോയി നോക്കുമ്പോ സൂര്യന്റെ അടുത്ത് വലിയൊരു നക്ഷത്രം അങ്ങ് ചിരിച്ചു കളിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. അതായത് കറാമത്ത്. ഏതായാലും നട്ടപ്പാതിരാക്ക് സൂര്യൻ ഉദിക്കും എന്ന് പറയാത്തത് ഭാഗ്യമായി പോയി.